നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്യൻ രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തി വീണ്ടും ഉഷ്ണതരംഗം ശക്തി പ്രാപിക്കുകയാണ്. ഫ്രാൻസിലും സ്പെയിനിലും പോർച്ചുഗലിലും കാട്ടുതീ വീണ്ടും നിയന്ത്രണാതീതമായി പടർന്നു പിടിച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളെയാണ് പ്രദേശങ്ങളിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോർച്ചുഗലിലേക്കും കാട്ടുതീ പടർന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഫ്രാൻസിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ലഗാനോവിൽ നിന്ന് മുൻകരുതൽ നടപടിയായി 5000-ഓളം വിനോദസഞ്ചാരികളെ ക്യാമ്പിംഗ് സൈറ്റുകളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും ഒഴിപ്പിച്ചു. 1000-ലധികം അഗ്നിശമന സേനാംഗങ്ങളാണ് ഇവിടെ തീയണയ്ക്കാനായി അഹോരാത്രം പരിശ്രമിക്കുന്നത്. കാട്ടുതീ നിയന്ത്രിക്കുന്നതിനായി ജർമ്മനിയിൽ നിന്ന് പ്രത്യേക അഗ്നിശമന വിമാനങ്ങളും ഫ്രാൻസിലേക്ക് അയച്ചിട്ടുണ്ട്. സ്പെയിനിലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. അതേസമയം ഗ്രീസിൽ കാട്ടുതീ നിയന്ത്രിക്കാനായി ശ്രമിച്ച 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെന്തു മരിക്കാൻ ഇടയായതായും റിപ്പോർട്ടുണ്ട്. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയർന്നേക്കുമെന്ന കാലാവസ്ഥാ പ്രവചനം രക്ഷാപ്രവർത്തകർക്കും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ജർമ്മനിയിലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ട് കേന്ദ്ര ഭരണകൂടം മുന്നോട്ടു പോകുമ്പോൾ തൊഴിൽ വിപണിയിൽ വൻ പ്രത്യാഘാതം സൃഷ്ടിച്ച് രാജ്യത്തെ അറ്റ കുടിയേറ്റത്തിൽ റെക്കോർഡ് ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടാണ് രാജ്യത്തെ തൊഴിൽ പ്രതിസന്ധിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നത്. ഒരേ സമയം അരങ്ങേറുന്ന 3 വ്യത്യസ്ത കുടിയേറ്റ മാറ്റങ്ങൾ അഥവാ ട്രിപ്പിൾ മൈഗ്രേഷൻ ടേൺ അറൌണ്ട് കാരണം ജർമ്മനിക്ക് ലക്ഷക്കണക്കിന് തൊഴിലാളികളെയാണ് നഷ്ടപ്പെടുന്നത്. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം 2023-ൽ 6,63,000 ആയിരുന്ന അറ്റ കുടിയേറ്റം അതായത് നെറ്റ് മൈഗ്രേഷൻ 2025ഓടെ 2,35,000 കുത്തനെ ഇടിഞ്ഞു. കോവിഡ് കാലഘട്ടത്തിന് ശേഷം 2010 മുതലുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഇനി എന്താണ് ഈ ട്രിപ്പിൾ മൈഗ്രേഷൻ ടേൺ അറൌണ്ട്? കേന്ദ്ര വലതുപക്ഷ പാർട്ടികളായ CDU, CSU ശക്തമായി മുന്നോട്ട് വെച്ച മൈഗ്രേഷൻസ് വെന്റ് അഥവാ കുടിയേറ്റ നയമാറ്റത്തിന് ശേഷം രാജ്യത്ത് ദൃശ്യമായ 3 പ്രധാന ഘടകങ്ങളാണ് ഇനി പറയുന്നത്. അഭയാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ കുത്തനെ ഇടിവ്. അഭയാർത്ഥികളായി ജർമ്മനിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായി. 2023-ൽ 3,29,000 ആളുകൾ ആദ്യകാല അഭയാർത്ഥി അപേക്ഷകൾ ലഭിച്ച സ്ഥാനത്ത് 2025-ൽ ഇത് 1,13,000 കുറഞ്ഞു. സിറിയൻ ഭരണകൂടത്തിൽ വന്ന മാറ്റങ്ങളും ജർമ്മനിയുടെ അതിർത്തി നിയന്ത്രണങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. സർവീസ് ആരോഗ്യ മേഖലകളിൽ വലിയ തോതിൽ ജോലി ചെയ്തിരുന്നത് ഇത്തരം അഭയാർത്ഥി വിഭാഗത്തിൽ പെട്ടവരായിരുന്നു. രണ്ടാമത്തേത് EU തൊഴിലാളികളുടെ മടങ്ങിപ്പോക്കാണ്. വർഷങ്ങളായി ജർമ്മൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ആണിക്കല്ലായിരുന്ന ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അതായത് ക്രൊയേഷ്യ, റൊമാനിയ, ബൾഗേറിയ തൊഴിലാളികൾ ജർമ്മനി വിടാൻ തുടങ്ങി. 2023-ൽ 40,000 EU പൗരന്മാർ ജോലി തേടി ജർമ്മനിയിൽ എത്തിയെങ്കിൽ 2025-ൽ 45,000-ഓളം EU പൗരന്മാർ ജർമ്മനി ഉപേക്ഷിച്ച് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഈ രാജ്യങ്ങളിലെ വേതന വർധനവും സാമ്പത്തിക പുരോഗതിയുമാണ് മടങ്ങിപ്പോക്കിന് കാരണം. അതേസമയം സ്വന്തം പൗരന്മാരുടെ നിരാശ കാരണം ജർമ്മൻകാർ പോലും രാജ്യം വിടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ജർമ്മനിയിൽ നിന്ന് വിദേശങ്ങളിലേക്ക് ചേക്കേറുന്ന ജർമ്മൻ പൗരന്മാരുടെ എണ്ണത്തിൽ 30% വർധന ഉണ്ടായിട്ടുണ്ട്. 2023-ൽ 74,000 ജർമ്മൻകാർ രാജ്യം വിട്ടെങ്കിൽ 2025-ൽ അത് 97,000 ഉയർന്നു. ഉന്നത വിദ്യാഭ്യാസവും നൈപുണ്യമുള്ള ഇവർ രാജ്യം വിടുന്നത് ജർമ്മനിയുടെ ഗവേഷണ വികസന മേഖലകളെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല വിദഗ്ധ തൊഴിലാളികൾക്ക് ജർമ്മനിയിൽ ഇപ്പോഴും അവസരങ്ങളുണ്ട്. മൊത്തത്തിലുള്ള കുടിയേറ്റം കുറഞ്ഞെങ്കിലും സ്കിൽഡ് വിസകളിലും ഉന്നത വിദ്യാഭ്യാസ വിസകളിലും എത്തുന്നവരുടെ എണ്ണത്തിൽ 13 മുതൽ 15% വരെ വർധനവുണ്ടായത് വളരെ ആശ്വാസകരമാണ്. എങ്കിലും സങ്കീർണമായ വിസ നടപടിക്രമങ്ങൾ, ഉയർന്ന നികുതി നിരക്കുകൾ, പാർപ്പിടക്ഷാമം എന്നിവ പരിഹരിച്ചില്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിൽ ജർമ്മനി പരാജയപ്പെടുമെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ജർമ്മനിയിൽ IT, ഹെൽത്ത് കെയർ, സാങ്കേതിക മേഖലകളിൽ നിന്നും കടുത്ത തൊഴിലാളി ക്ഷാമമാണ് ഇപ്പോഴും നേരിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കുറഞ്ഞ വേതനത്തിലുള്ള സാധാരണ ജോലികൾക്ക് പകരം ഉന്നത വിദ്യാഭ്യാസവും വൈദഗ്ധ്യവുമുള്ള വിദേശ തൊഴിലാളികളെ സ്വാഗതം ചെയ്യുന്നതിലേക്ക് ജർമ്മൻ നയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ വിസ നടപടികൾ വേഗത്തിലാക്കാനും യോഗ്യതയുള്ളവരെ രാജ്യത്ത് നിലനിർത്താനും ജർമ്മനി പുതിയ പ്ലാനുകൾ തയ്യാറാക്കേണ്ടി വരുമെന്നും അതിന് സർക്കാർ അധികം താമസിയാതെ പദ്ധതി ഉണ്ടാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ജർമ്മനിയുടെ സാമ്പത്തിക നില ഏറ്റവും മോശകരമായ അവസ്ഥയിൽ ഹ്യൂമൻ റിസോഴ്സിനും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ പെർ ക്യാപിറ്റ ഇൻകത്തിലുള്ള വളർച്ചയും GDP-യും ഉടനെയെങ്ങും ഉയരില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
ജർമ്മനിയിലെ ഇന്ത്യൻ ഡോക്ടർമാരുടെ പ്രമുഖ കൂട്ടായ്മയായ ഇന്തോ ജർമ്മൻ മെഡിക്കൽ അസോസിയേഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്ചേഞ്ച് അതായത് ഇമേജ് യൂറോപ്പിലെ ഇതര പ്രവാസി സമൂഹങ്ങൾക്ക് മാതൃകയാകുന്ന വാർഷിക പൊതുസമ്മേളനത്തിനും മെഡിക്കൽ സെമിനാറുകൾക്കും ഒരുങ്ങുകയാണ്. ജർമ്മനിയിലെ റൈൻലാൻഡ് ഫാൽസ് സംസ്ഥാനത്തിലെ മനോഹരമായ ഉങ്കൽ നഗരത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആധുനിക മെഡിക്കൽ രംഗത്തെയും പരമ്പരാഗത ചികിത്സാ രീതികളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള വിവിധ വിഷയങ്ങളിലെ സെമിനാറുകളാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. റേഡിയോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, രോഗനിർണയ രംഗത്ത് നിർമ്മിത ബുദ്ധി ഇവ വരുത്തുന്ന വിപ്ലവാത്മക മാറ്റങ്ങളെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചുമുള്ള വിദഗ്ധ അവതരണങ്ങൾ ഉണ്ടാവും. ആയുർവേദ മെഡിസിൻ ഉൾപ്പെടെ പാശ്ചാത്യ മെഡിക്കൽ ലോകത്ത് ഇന്ത്യൻ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതികൾ കൈവരിക്കുന്ന വളർച്ചയും പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുന്ന സെമിനാറുകളും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 29 ശനിയാഴ്ചയും ഓഗസ്റ്റ് 30 ഞായറാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഇന്ത്യൻ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുക്കും. തുടർച്ചയായ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന CME പോയിന്റുകൾ ലഭ്യമാകുന്ന സെമിനാറുകൾ എന്ന നിലയിൽ വലിയ പങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. വിജ്ഞാനപ്രദമായ ക്ലാസുകൾക്ക് പുറമെ ജർമ്മനിയിലെ പ്രവാസി ഭാരതീയ ഡോക്ടർമാർ തമ്മിലുള്ള സൗഹൃദ കൂട്ടായ്മകൾ പുതുക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള അത്യപൂർവ അവസരം കൂടിയായി ഈ 2 ദിവസത്തെ സമ്മേളനം മാറുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജർമ്മനി പ്രസിഡന്റ് ഡോക്ടർ ബെയ്സി മാത്യു അറിയിച്ചു. നിലവിൽ കോൺഫറൻസ് ഹോട്ടലിലെ എല്ലാ താമസ സൗകര്യങ്ങളും പൂർണ്ണമായും ബുക്ക് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും പകൽ അതിഥികളായി പങ്കെടുക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായും പ്രസിഡന്റ് ഡോക്ടർ ബെയ്സി മാത്യു അറിയിച്ചു. താല്പര്യമുള്ളവർ image.ev@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഡോക്ടർ ബെയ്സി മാത്യു അഭ്യർത്ഥിച്ചു. ഫുട്ബോൾ ലോകത്തെ മികച്ച ഗോൾ കീപ്പറിൽ ഒരാളായ ജർമ്മനിയുടെയും ബയൺ മ്യൂണിക്കിന്റെയും ക്യാപ്റ്റൻ മാനുവൽ നോയർ എന്ന 40-കാരൻ തന്റെ കരിയർ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഒടുവിൽ മനസ്സ് തുറന്നു. ബയൺ മ്യൂണിക്കിന്റെ പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് തന്റെ 21ാം ബുണ്ടസ് സീസണിന് ശേഷം വിരമിക്കുമെന്ന ശക്തമായ സൂചന നോയർ നൽകിയത്. തന്റെ കരിയറിലെ അവസാന സീസണായിരിക്കും ഇതെന്ന കാര്യത്തിൽ സാധ്യതയുണ്ടെന്നാണ് 2014 ലോകകപ്പ് വിജയി കൂടിയായ മാനുവൽ നോയർ മാധ്യമങ്ങളെ അറിയിച്ചത്. ജർമ്മനിയിലെ വാഹന നിർമ്മാണ ഭീമരായ BMW ആഗോളതലത്തിൽ 8000 തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുകയാണ്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും ചൈനീസ് വിപണിയിലെ തിരിച്ചടിയും രൂക്ഷമായതോടെയാണ് കമ്പനി വലിയ ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് കടക്കുന്നത്. പിരിച്ചുവിടപ്പെടുന്ന തസ്തികകളിൽ ഭൂരിഭാഗവും ജർമ്മനിയിലെ കേന്ദ്രങ്ങളിലായിരിക്കും നടക്കുക. കമ്പനിയിലെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി 50,000-ഓളം ജീവനക്കാർക്ക് സ്വയം വിരമിക്കൽ നഷ്ടപരിഹാര പാക്കേജ് വാഗ്ദാനം ചെയ്യുമെന്ന് കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. എന്നാൽ ഉൽപാദന മേഖലയെ ബാധിക്കില്ലെന്നും അഡ്മിനിസ്ട്രേഷൻ രംഗത്താണ് വൻ വെട്ടിക്കുറയ്ക്കൽ ഉണ്ടാകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. 2026 ഒക്ടോബർ മുതൽ 2027 അവസാനം വരെയാണ് വെട്ടിക്കുറയ്ക്കൽ നടക്കുക. പിരിച്ചുവിടൽ ഇല്ലെങ്കിലും കമ്പനി പകരം ജീവനക്കാരുടെ സേവനകാലവും ശമ്പളവും കണക്കാക്കി മികച്ച നഷ്ടപരിഹാരം നൽകി സ്വയം വിരമിക്കാൻ അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഫോക്സ്വാഗൻ, മെഴ്സറസ്, ഔഡി തുടങ്ങിയ പ്രമുഖ കമ്പനികൾക്ക് പിന്നാലെ BMW പ്രതിസന്ധിയിലായത് ജർമ്മനിയിലെ മൊത്തം തൊഴിൽ വിപണിയെയും ബാധിക്കുന്ന കാര്യമാണ്. ജർമ്മൻ വാഹന വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ജീവനക്കാർക്ക് ഈ മാറ്റങ്ങൾ ഇപ്പോൾ വലിയ നിർണായകമായിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻ നാശനഷ്ടം വിതച്ച കാട്ടുതീക്ക് പിന്നിൽ മനഃപൂർവ്വം തീയുണ്ടാക്കുന്ന ക്രിമിനൽ സംഘങ്ങളാണെന്ന സ്ഥിരീകരണത്തോടെ ഫ്രാൻസിൽ അന്വേഷണം ഊർജിതമാക്കി. വേനൽക്കാലം ആരംഭിച്ചതു മുതൽ കാട്ടുതീക്ക് കാരണക്കാരായ 184 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായി ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ച നവജാത ശിശു ശവസംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്നതിനിടെ ജീവന്റെ ലക്ഷണങ്ങൾ കാണിച്ചുവെന്ന അത്ഭുതപ്പെടുന്ന വാർത്ത ബ്രസീലിൽ നിന്നും പുറത്തുവന്നു. ബ്രസീലിലെ ബാഹിയയിൽ ഉണ്ടായ ഈ അപൂർവ സംഭവം ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ലോകത്തെയും പൊതുജനങ്ങളെയും ഒരുപോലെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. ജൂൺ 15 മാസം തികയാതെ ജനിച്ച നോവ എന്ന കുഞ്ഞാണ് മരണത്തിന്റെ വക്കിൽ നിന്നും അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങിയത്. ജനനം മുതൽ വെന്റിലേറ്റർ സഹായത്തോടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായ നോവയ്ക്ക് ഹൃദയാഘാതവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർമാർ ദീർഘനേരം പുനരുജ്ജീവന ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് കുഞ്ഞ് മരണപ്പെട്ടതായി ഡോക്ടർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും മാതാപിതാക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു. കണ്ണീരോടെ മാതാപിതാക്കൾ കുഞ്ഞിനോട് വിട പറഞ്ഞ് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ബെസ്റ്റാറ്റർ സംഘത്തിന് കൈമാറി. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ബെസ്റ്റാറ്റർ കുഞ്ഞിന്റെ ശരീരത്തിൽ ചലനവും ശ്വാസമെടുക്കുന്ന ലക്ഷണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു.
എത്തിക്കുകയായിരുന്നു. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ പോർഷെ തങ്ങളുടെ ആകെ തൊഴിൽ ശക്തിയുടെ 1/5 വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുകയാണ്. 2035ഓടെ 9,000 തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കാനാണ് കമ്പനിയുടെ തീരുമാനം. മാതൃ കമ്പനിയായ ഫോക്സ് വാഗൻ ഗ്രൂപ്പിന് കീഴിലുള്ള ബ്രാൻഡുകൾ ഇലക്ട്രിക് വാഹന വിപണി നേരിടുന്ന വെല്ലുവിളികളും ചൈനയിലെ മന്ദഗതിയിലുള്ള വിൽപ്പനയും കാരണം വൻ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ നിയമപരമായി നടന്ന സമലിംഗ വിവാഹങ്ങൾക്ക് പോളണ്ടിൽ അംഗീകാരം നൽകാനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തെ പോളണ്ടിലെ ഭരണഘടനാ കോടതി റദ്ദാക്കി. യൂറോപ്യൻ യൂണിയന്റെ പരമോന്നത കോടതിയുടെ ഉത്തരവിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പോളണ്ട് കോടതിയുടെ ഈ നിർണായക വിധി. യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിൽ വെച്ച് സമലിംഗ വിവാഹം കഴിച്ച ശേഷം പോളണ്ടിലേക്ക് എത്തുന്ന ദമ്പതികളുടെ വിവാഹ രജിസ്ട്രേഷൻ രേഖകൾ പോളണ്ടിലെ സിവിൽ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് മുൻപ് ഉത്തരവിട്ടിരുന്നത്. എന്നാൽ ഈ നീക്കം പോളണ്ടിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പോളണ്ടിലെ പരമോന്നത കോടതി വിധിച്ചു. ജർമ്മനിയുടെ പ്രധാന ജലഗതാഗത പാതയായ റൈൻ നദിയിൽ ജലനിരപ്പ് റെക്കോർഡ് അളവിൽ താഴ്ന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിക്കുമെന്ന് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നറിയിപ്പ് നൽകി. കടുത്ത വരൾച്ചയും ഉഷ്ണതരംഗവും കാരണം നദിയിലെ വെള്ളം വറ്റി വരണ്ടതോടെ ചരക്ക് കപ്പലുകൾക്ക് പകുതിയിൽ താഴെ മാത്രം ഭാരം കയറ്റി സർവീസ് നടത്തേണ്ട അവസ്ഥയാണുള്ളത്. ചരക്ക് നീക്കം തടസ്സപ്പെടുന്നതോടെ ഗതാഗത ചെലവ് കുതിച്ചുയരുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ജർമ്മനിയിലെ ജീസസ് യൂത്ത് അപ്പസ്തോലിക് പ്രസ്ഥാനത്തിന്റെ സജീവമായ 20 വർഷത്തെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ദേശീയ ജൂബിലി കോൺഫറൻസ് ലൂമൻ 2026 ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 2 വരെ സ്റ്റോൺസ്റ്റേറ്റിൽ വെച്ച് നടക്കും. കുട്ടികൾ, യുവാക്കൾ, കുടുംബങ്ങൾ എന്നിവർക്കായി പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ മഹാസംഗമത്തിൽ ജർമ്മനിയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമായി 500ഓളം പ്രതിനിധികളാണ് ആത്മീയ നവീകരണത്തിനായി പങ്കുചേരുന്നത്. നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ, മത്തായി 5:16 എന്ന തിരുവചനം അടിസ്ഥാനമാക്കി സ്വീകരിക്കുക, എടുത്തുയർത്തുക, പ്രകാശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 ദിവസത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിശുദ്ധ കുർബാന, ആരാധന, ഗാനശുശ്രൂഷ, പ്രചോദനാത്മകമായ പ്രസംഗങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവ കോൺഫറൻസിന്റെ ഭാഗമായി നടക്കും. 1985 കേരളത്തിൽ തുടക്കം കുറിക്കുകയും പരിശുദ്ധ സിംഹാസനം ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്ത ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിന്റെ ആത്മീയത പ്രധാനമായും 6 തൂണുകളിൽ അധിഷ്ഠിതമാണ്. ദൈവത്തോടൊപ്പമുള്ള വ്യക്തിപരമായ പ്രാർത്ഥനാ സമയം, ധ്യാനാത്മകമായ വായന, വിശുദ്ധ കുർബാനയിലും അനുരഞ്ജന കൂദാശയിലും സജീവമായി പങ്കുചേരൽ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൂടെയും സെൽ ഗ്രൂപ്പുകളുടെയും പരസ്പര ബന്ധം നിലനിർത്തൽ, യേശുവിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ, നിർധനരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കൽ തുടങ്ങിയവയാണ് ജീസസ് യൂത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. ഈ അന്താരാഷ്ട്ര ആത്മീയ സംഗമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ക്ലാസുകൾക്കും ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകും. കൊളോൺ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ഡൊമിനിക്കോസ് ഷ്വാഡർലപ്പ്, ജീസസ് യൂത്ത് ഇന്റർനാഷണൽ ഡയറക്ടർ ഓഫ് ഫോർമേഷൻ മനോജ് സണ്ണി, അന്താരാഷ്ട്ര യൂത്ത് സ്പീക്കർ മുൻ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ജോർജ് ദേവസി, റെക്സ് ബാൻഡ് അംഗം കൂടിയായ പ്രൊഫസർ ഡോക്ടർ വീന മനോജ്, ADF ഇന്റർനാഷണൽ സ്ട്രാറ്റജി റിലേഷൻസ് ഡയറക്ടർ സോഫിയ കൂബി, പ്രമുഖ കത്തോലിക്ക അക്കാദമിക് പണ്ഡിതൻ ഡോക്ടർ ജസ്റ്റിൻ അരീക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 1 ശനിയാഴ്ചയും 2 ഞായറാഴ്ചയും ദിവസങ്ങളിൽ വലണ്ടാറിലെ പരിപാടികൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനും ബിഷപ്പ് ഡൊമിനിക്കോസ് ഷ്വാഡർലപ്പ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി അഭിമുഖങ്ങൾ നടത്തുന്നതിനും മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി jesusYouth.de/lumen 2026 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫാദർ അജി മൂലേപ്പറമ്പിൽ, CMI, ആത്മീയ ഉപദേഷ്ടാവ്, ജീസസ് യൂത്ത് ജർമ്മനി യൂറോപ്പ്. മൊബൈൽ നമ്പർ 0049 17480630 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫുട്ബോൾ ലോകത്തെ ആകാംക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാൻ ഫ്രാൻസ് ദേശീയ ടീമിന്റെ പരിശീലകനായി ഔദ്യോഗികമായി ചുമതലയേറ്റു. 14 വർഷമായി ഫ്രഞ്ച് ടീമിനെ പരിശീലിപ്പിച്ചിരുന്ന ദീദിയർ ദേശാംപിന്റെ പിൻഗാമിയായിട്ടാണ് 54-കാരനായി സിദാൻ അമരത്ത് എത്തുന്നത്. ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനുമായി 2030 വരെയുള്ള ദീർഘകാല കരാറിലാണ് സിദാൻ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.